ഈ എറണാകുളത്തും കൂടെ കെട്ടിയെടുക്കാത്തതിന്റെ പ്രശ്നം കൂടി ഉള്ളൂ. എന്ത് പറ്റിയെന്ന്? അങ്ങോട്ടും എറണാകുളത്ത് കെട്ടിയെടുക്കണമെന്ന്. അങ്ങനെ എറണാകുളത്ത് നിനക്കെന്താ? കൂടെ ഞാനും പോണം. അങ്ങോട്ട് ബീച്ചിൽ എന്റെ കൈയൊക്കെ പിടിച്ച് നടക്കണം പോകും. നീ ഒരു കാര്യം ചെയ്യും, നീ ആ പോണ വഴിക്ക് അങ്ങനെ അതിനകത്തേക്കും തള്ളിയിട്. എനിക്ക് വാങ്ങിയിട്ട് അങ്ങോട്ട് കൂടെ പോവാനായിട്ട്. ഞാനൊരു കാര്യം പറയട്ടെ, പെണ്ണുങ്ങളായാലേ നോ പറയുന്നിടത്ത് നോ പറയാൻ പഠിക്കണം. അല്ല അയാൾ പറയുന്ന കേട്ടിട്ട് ഇവിടെ വന്നിരുന്ന് മോങ്ങല്ല ചെയ്യണ്ട കേട്ടോ. എനിക്കറിയത്തില്ല അങ്ങനെ പെട്ടെന്ന് നോ ഒക്കെ പറയാൻ. ആ എന്നാ പറയാൻ പഠിക്കണം. ഞാൻ പോവാ. എടി എന്താണ്? ഒന്നുമില്ല. അല്ല എന്തുകൊണ്ടല്ലോ വിഷമിച്ചിരിക്കുന്നു? അമൽ സാറ് എറണാകുളത്ത് പോവുക പുതിയ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ. കൂടെ ഞാനും പോവാൻ പറഞ്ഞിട്ടുണ്ട്. എന്നെ കൊണ്ട് പോയാൽ പോവാന്ന് എനിക്ക് താല്പര്യമില്ല. പറഞ്ഞില്ലേ? ഇല്ല. നീ ഒരു സ്ട്രോങ് ഇൻഡിപെൻഡന്റ് ലേഡിയാണ്. നിനക്കിതൊക്കെ പറയാൻ പറ്റും. നീ ഇത് പറഞ്ഞാൽ എന്താ അങ്ങനെയൊക്കെ ഒരുപാട് ചിന്തിക്കണമെന്നാണ് എനിക്ക് ഈ പ്രശ്നം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സിമ്പിളായിട്ട് നീ അങ്ങ് പറഞ്ഞാൽ മതി. നിനക്കത് പറ്റും. നിനക്കതിൻ്റെ ആരെയും ആവശ്യമൊന്നുമില്ല. ജിസി ഞാൻ ശ്രീനി സാറിനൊന്ന് കണ്ടിട്ട് വരാം. ആ പ്രൊജക്റ്റ് അപ്രൂവൽ ആവുകയാണെങ്കിൽ നമുക്ക് നാളോ മറ്റന്നാളോ എറണാകുളത്ത് പോകേണ്ടി വരും. അമൽ സാർ. എന്താ ജിസി? സാർ എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. എനിക്ക് എറണാകുളത്ത് വരാൻ പറ്റത്തില്ല. നമ്മൾ തീരുമാനിച്ചല്ലേ ജെസ്സി? സാർ എനിക്ക് വരാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ എറണാകുളത്ത് സാറിൻ്റെ കൂടെ വരത്തില്ല.